ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 5 ആണ്. സോ യൂണിറ്റ് 5 എന്ന് പറയുന്നത് HR ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. നമ്മൾ മെയിനായിട്ടും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് HR ഓഡിറ്റ് പ്രോസസ് ആൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് HR ഓഡിറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് HR വാലുവേഷൻ. സോ മെയിനായിട്ടും ഈ 3 പോയിൻറ്റ്സ് ആണ് ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. സോ HR ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള HR പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ് ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, വാലുവേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാണ്. ഒരു പീരിയോഡിക്കലി ഇപ്പോൾ 6 മന്തോ 1 ഇയറോ കൂടുമ്പോഴത്തേനും നമ്മൾ HR പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ് എല്ലാം റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഏതൊക്കെ ഏരിയാസിലാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റീചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് HR ഓഡിറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ HR ഓഡിറ്റ് എന്ന് പറയുന്നത് ഓവറോൾ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ഓൺ HR ആക്ടിവിറ്റിയാണ്. ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറുള്ള ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഓവറോൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന എന്തൊക്കെ ക്വാളിറ്റീസാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടേ എന്ന് നോക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ HR ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ബിഫോർ നമ്മളൊരു HR പ്രോസസ്സ് അല്ലെങ്കിൽ HR ഓഡിറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഹൂ വിൽ കണ്ടക്ട് ദ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഓഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഇൻറ്റേർണലി ആണോ എക്സ്റ്റേർണലി ആണോ, അത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സീനിയർ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. സോ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിപ്പോൾ എത്ര കോസ്റ്റിൻ്റെ ആണെങ്കിലും അത് റെഡിയാക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നമ്മൾ വില്ലിങ് ആണോ എന്നുള്ള കാര്യം. ആൻഡ് ഡു ദി എഗ്രി വിത്ത് ദ മെത്തഡോളജി, നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിനി പഠിക്കും എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാന്ന്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി ആ ഒരു മാനേജ്മെൻറ്റിന് ഓക്കെ ആണോ എന്നുള്ളത്. ആൻഡ് വിൽ ദേ അലൗ ആക്സസ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ. ഒരു HR ഓഡിറ്റ് നടത്തുമ്പോഴത്തേനും ആ ഒരു ഓർഗനൈസേഷനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സഹകരിക്കണം. സോ അതിന് എല്ലാവരും വില്ലിങ് ആണോ എന്നുള്ള കാര്യം. ആൻഡ് വിൽ ദേ പബ്ലിക്കലി സപ്പോർട്ട് ദ പ്രോസസ്. പിന്നെ ഇത് കോൺഫിഡൻഷ്യലി അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കലി എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഓഡിറ്റ് നടത്തുന്നവരുണ്ട്, ഇതാരും അറിയാതെ സീക്രറ്റ്ലി നടത്തുന്നവരുണ്ട്. സോ പബ്ലിക്കലി സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉള്ളത്. സോ അങ്ങനെയുള്ള കാര്യം ഓക്കെ ആണോ എന്നുള്ളതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിഫൈൻ ദ പാരാമീറ്റേഴ്സ് ആണ്. സോ പാരാമീറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഓഡിറ്റ് നടത്തുന്നത്, പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടി ഡു യു വാണ്ട് ടു ഓഡിറ്റ്, നമുക്ക് വേണോ എന്നുള്ള കാര്യം. ആൻഡ് ടൂൾസ്, നമുക്ക് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ പ്രോസസ് ബി റോൾഡ് ഔട്ട്, എന്ത് പ്രോസസ്സാണ്. ആൻഡ് റിസൾട്ട്, എന്ത് പ്രോസസ്സാണ് നമ്മൾ റിപ്പോർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ആർക്കാണ് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പിന്നെ വരുന്ന ഒരു പോയിൻ്റാണ് ഇൻട്രൊഡ്യൂസ് ദ ഓഡിറ്റ് പ്രോസസ് ടു ദ മാനേജേഴ്സ്. സോ ഒരു ഓഡിറ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ മാനേജേഴ്സിന് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, മെത്തഡോളജി, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് ഏരിയാസാണ് കൂടുതലായി സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമെല്ലാം മാനേജേഴ്സിനോട് നമ്മൾ പറഞ്ഞിരിക്കണം. സോ അതാണ് ഇൻട്രൊഡ്യൂസ് ദ ഓഡിറ്റ് പ്രോസസ് ടു മാനേജേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ഓഡിറ്റ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ടും 4 സ്റ്റെപ്പുകളാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് പ്രോസസ്സിനുള്ളത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഓഡിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡിറ്റർമൈൻ വെദർ ലീഗൽ, ഫങ്ഷണൽ ആൻഡ് സ്റ്റാറ്റിക്കൽ ഓഡിറ്റ്, നമ്മൾ നടത്തുന്ന ഓഡിറ്റിംഗ് പ്രോസസ്സ് ഏത് ടൈപ്പാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏത് ഏരിയാസിലൊക്കെയാണ് HR ഓഡിറ്റ് നമ്മുടെ ഓഡിറ്റർക്ക് ഓഡിറ്റ് നടത്താൻ ആവശ്യം, ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ആണെന്നുള്ളത് നോക്കുന്നു. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്ട്സും ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ആസ്പെക്ട്സിനെയും ഡിറ്റർമൈൻ ചെയ്യുക. ആൻഡ് ഏരിയാസ് ലൈക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈല്,
ടീം ബേസ്ഡ് വർക്ക് സിസ്റ്റംസ്, അതർ കണ്ടംപററി ഇഷ്യൂസ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയാസ് ആണ് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ. സോ ഈ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സസിങ് കറൻറ്റ് പ്രാക്ടീസസ്. സോ നമ്മുടെ കറൻ്റ്ലി നമ്മുടെ ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള നേച്ചർ എന്താണ്, സോ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ആക്സസ് ചെയ്യണം. പിന്നെ ഡാറ്റാസ് ആൻഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അത് കറൻറ്റ് പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മുടെ എംപ്ലോയീസിൻ്റെ സർവീസ് വഴി അല്ലെങ്കിൽ എംപ്ലോയീസിനോടോ കസ്റ്റമേഴ്സിനോടുള്ള ഇൻ്റർവ്യൂസ് വഴി ആ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഉള്ള ഡാറ്റാസും ഇൻഫർമേഷൻസും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, റിപ്പോർട്ടുകൾ, ഇതെല്ലാം നമുക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, കറൻറ്റ് പോളിസീസും പ്രൊസീജിയേഴ്സും എന്താണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറൻറ്റ് പ്രാക്ടീസസ് എന്താണെന്നുള്ളത് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് അനലൈസ് ഓഫ് റിസൾട്ടാണ്. സോ നമ്മുടെ പർപ്പസ് ഓഫ് അനലൈസ്, നമ്മൾ സോർട്ട് ചെയ്യും കുറച്ച് ഏരിയാസ്, നമ്മുടെ സ്ട്രെങ്ത്, ഓപ്പർച്യൂണിറ്റി, ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ ആക്സസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സോർട്ട് ഔട്ട് ചെയ്യുന്നു. സോ അതിൽ നിന്ന് പോസിറ്റീവായുള്ള ആക്ഷൻസ് എടുത്ത് ഇമ്പ്രൂവ്മെൻറ്റ്, കൂടുതൽ ഫ്യൂച്ചർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് HR ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് അനലൈസ് ഓഫ് റിസൾട്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ഇൻസിഡൻസ്, റേഷ്യോസ്, ഇതെല്ലാം എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ കാര്യം മാത്രത്തിലല്ല നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരിക, പല ഡാറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷമാണ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പോയിന്റുകൾ, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്കൊത്ത സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കാര്യങ്ങളെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, അനലൈസ് ദ റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതിൽ തന്നെ ടേൺ ഓവർ റേറ്റ്, ജോബ് അറ്റൻഡൻസ് റേറ്റ്, ഓവർ ടൈം റേറ്റ്, പൊസിഷൻ വേക്കൻസി റേറ്റ്, എറേഴ്സ് ആൻഡ് സ്ക്രാപ്പ് റേറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം വരുന്നത് ഈ ഒരു റിസൾട്ടിലാണ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഡിറ്റ് റിപ്പോർട്ടാണ്. സോ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച റിപ്പോർട്ടിൻ്റെ റിസൾട്ടിൻ്റെ പ്രകാരം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. സോ ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടായിരിക്കും, പ്രിഫേസസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ യൂസ് ചെയ്ത മെത്തഡോളജി, സ്കോപ്പ് ആൻഡ് ടെക്നിക്സ്, പിന്നെ ഒരു ഡെപ്ത് ആയിട്ടുള്ള അനലൈസ്, നമുക്ക് കിട്ടിയ ഡാറ്റാസ് ആൻഡ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അനലൈസുകൾ, പിന്നെ വാലുവേഷൻസ്, ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, അപ്പൻഡിക്സ്, ഒരു ബിബ്ലിയോഗ്രഫി, ഇതെല്ലാം കൂടിയിട്ടുള്ളതായിരിക്കും ഒരു റിപ്പോർട്ട്. മീൻസ് നമ്മളൊരു പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്സ് ഇൻ HR ഓഡിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ഓഫ് HR ഓഡിറ്റ് ആണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു HR ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സ്ട്രീം ലൈനിൽ HR വർക്ക് പ്രോസസ്സുകൾ നമുക്കൊരു സ്ട്രീം ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ ഡെവലപ്പ് യൂസർ ഫ്രണ്ട്ലി HR സിസ്റ്റം, നമ്മളുടെ എംപ്ലോയീസിന് ഓക്കെ ആവുന്ന തരത്തിലുള്ള ഒരു HR സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഐഡൻറ്റിഫൈ ദ കോൺട്രിബ്യൂഷൻ ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ ഓർഗനൈസേഷൻ. പിന്നെ ഇംപ്രൂവ് ദ പ്രൊഫഷണൽ ഇമേജ് ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൊഫഷണലിസം among the employees in the personnel department. പിന്നെ ക്ലാരിഫൈ ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു ഓഡിറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ഥലത്താണ് വീക്ക്നെസ്, ഏതൊക്കെ സ്ഥലത്താണ് സ്ട്രെങ്ത് എന്ന് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ക്രിട്ടിക്കൽ പേഴ്സണൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഫങ്ഷണൽ ഏരിയാസിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് ബെനഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. ഇത്ര നേരം നമ്മൾ ഓഡിറ്റിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അക്കൗണ്ടിങ് എന്താണെന്നാണ് നോക്കുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, അസൈനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻകേർഡ് ഇൻ ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയിനെ ഓർഗനൈസേഷനിലോട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ മാസം നമ്മൾ ശമ്പളം കൊടുക്കുവാണ്, സാലറി കൊടുക്കുവാണ്, അതുപോലെ ട്രെയിനിങ് എക്സ്പെൻസ്, ഇതെല്ലാം വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിലാണ്.
ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി ദ കോസ്റ്റ് ഇൻവെസ്റ്റഡ് ഫോർ ദ എംപ്ലോയി ടുവേർഡ്സ് ദെയർ റിക്വയർമെൻറ്റ്. മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എംപ്ലോയിനെ റിക്വയർമെൻറ്റിൻ്റെ സമയത്ത് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സാലറീസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് അതുപോലെ തന്നെ അത് ബെനിഫിറ്റ്സ് ഇപ്പോൾ PF കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്ന രൂപ അല്ലെങ്കിൽ ആ കോസ്റ്റിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ അക്കൗണ്ടിങ് നമ്മൾ ഈ കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അമേരിക്കൻ അക്കൗണ്ടിങ് സൊസൈറ്റി കമ്മിറ്റി പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് മെഷറിംഗ് ഡാറ്റ അബൌട്ട് ദ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് ഇൻഫോർമേഷൻ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് പാർട്ടീസ്. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എംപ്ലോയീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ സാലറി ഇത്രയാണ്, ഇത്ര കാര്യങ്ങളാണ്, നിങ്ങളുടെ ഡ്യൂട്ടീസ് വരുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് HR അക്കൗണ്ടിങ് ആണ്. സോ മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആൻഡ് ചേഞ്ചസ് ആണ്. സോ ഇത് നമ്മുടെ ഓർഗനൈസേഷനിൽ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കറക്റ്റ് ജോബ് പൊസിഷനിലോട്ട് കറക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ റൈറ്റ് ടൈമിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് സ്കോപ്പ് ഓഫ് അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, ഹൈലൈറ്റിംഗ് നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ എംപ്ലോയി ടു ആസ്പയർ പ്രൊമോഷൻസ്. ഇപ്പോൾ ബെറ്റർ സാലറി ഓഫർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ബെറ്റർ ബെനിഫിറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യും. നമുക്കതിനുള്ള ഓർഗനൈസേഷനുള്ള പ്രോഫിറ്റബിലിറ്റി കൂടുന്നുണ്ട്. പിന്നെ ഇറ്റ് എയിം ടു സീ ദാറ്റ് ദ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ ഇറ്റ്സ് നോട്ട് വേസ്റ്റഡ്. നമുക്കൊരു ഹൈ റിട്ടേൺ കിട്ടുന്നത് ആക്ച്വലി ഫ്രം ദ ഹ്യൂമൻ റിസോഴ്സിൽ നിന്നാണ്. സോ അത് കറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ല. നമുക്കിപ്പോൾ ഒരു എംപ്ലോയിനെ നമ്മൾ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര രൂപയാണ് ചിലവാവുക എന്ന് നമുക്ക് ഒരു കറക്റ്റ് പ്രൊസീജിയറിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോം ആൻഡ് മാനേഴ്സ് ഓഫ് ഇൻക്ലൂഡിങ് HR വാല്യൂസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിരിക്കില്ല. പിന്നെ ഒരു കമ്പാരിറ്റീവ്ലി ലോ വാല്യൂ ആണ് നമ്മൾ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ്, അതൊരു പോയിന്റ് ആവുന്നുണ്ട്. പിന്നെ ലൈഫ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്.